ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പൈശാചിക ശക്തികൾക്ക് സ്വപ്നത്തിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് കഴിയുമോ? പൈശാചിക സ്വപ്നങ്ങളെയും ദൈവികമായ സ്വപ്നങ്ങളെയും എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയുവാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സ്വപ്നത്തിലെ മൃഗങ്ങൾ, അതിലൂടെ ദൈവം നമുക്ക് നൽകുന്ന അപകട സൂചനകൾ, ഇങ്ങനെ ഒരു വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50,000-ലധികം ആളുകൾ ആ വീഡിയോ കണ്ടു. ഒരുപാട് പേർക്ക് സഹായകമായി തീർന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് അയച്ച മെസ്സേജുകളിലുള്ളതാണ്: പിശാചിന് ഒരു വ്യക്തിയിൽ സ്വപ്നങ്ങൾ കാണിക്കാനായിട്ട് പറ്റുമോ? ദൈവികമായ സ്വപ്നങ്ങളെയും പൈശാചികമായ സ്വപ്നങ്ങളെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അന്നു മുതൽ ഈ ഒരു വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും വേദപുസ്തകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലൂടെ കടന്നു പോവുകയും പഴയ ചില ഓർമ്മകളെ കുടഞ്ഞെടുത്ത് അല്ലെങ്കിൽ തട്ടിയെടുത്ത് കൊണ്ടുവന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. വേദപുസ്തകത്തിൻ്റെ അകത്തില്ലാത്ത എന്തെങ്കിലും കാര്യം പറയുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം നമുക്ക് ദൈവവചനത്തിൻ്റെ അകത്ത് അടിസ്ഥാനമുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഒന്നാമത്, സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞിരുന്ന വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു ദൈവപൈതലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഒരു വാർത്താ വിനിമയ സംവിധാനമാണ് സ്വപ്നമെന്ന് പറയുന്നത്. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് വേദപുസ്തകം മുഴുവനും അത് നമ്മളെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷെ ദുഃഖകരമെന്ന് പറയട്ടെ, അനേക ആളുകൾ, ദൈവദാസന്മാരെന്ന് പറയുന്നവർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല എന്നറിയുന്നതിൽ ഒരുപാട് ദുഃഖമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അവർക്ക് അനുഭവമില്ലാത്തത് കൊണ്ടാണോ? പിന്നെ മനുഷ്യൻ്റെ മനസ്സുകളിലുണ്ടാകുന്ന അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾ കൊണ്ടും ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടുമൊക്കെ നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ടാകും. എല്ലാമൊന്നും ദൈവികമാകണമെന്നില്ല. ഇതിനെ നമ്മൾ വേർതിരിച്ചറിയാനായിട്ട് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. പൈശാചിക ശക്തികൾക്ക് സ്വപ്നങ്ങളിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനിക്കാനായിട്ട് പറ്റുമോ? സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കാനായിട്ട് പറ്റുമോ? ഒരു വ്യക്തിയെ ഭയപ്പെടുത്താനായിട്ട് പറ്റുമോ? ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ദൈവവചനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ, ആ വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പഴയ നിയമ ഇസ്രായേലിനോട് ദൈവമായ യഹോവ മോശയിലൂടെ അരുളി ചെയ്ത ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ ഒരു സ്വപ്നക്കാരനോ പ്രവാചകനോ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞ അടയാളമോ മുന്നറിയിപ്പുകളോ അതുപോലെ സംഭവിച്ചാൽ ദൈവമായ യഹോവയിൽ നിന്ന് മറ്റുള്ള ദൈവങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരാധനയിലേക്ക് ഒരു വ്യക്തിയെ മാറ്റിയാൽ അത് ഒരിക്കലും ദൈവികമല്ല. അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 2 പേരുടെ കാര്യമാണ് പറയുന്നത്. 1 സ്വപ്നക്കാരൻ, 2 പ്രവാചകൻ. അപ്പം അന്നും സ്വപ്നക്കാരുണ്ടായിരുന്നു, അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് ദൈവം പറഞ്ഞത്. പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. കാരണം ഒരു മുന്നറിയിപ്പ് നൽകിയാൽ, ഒരത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ, അത് നടന്നാൽ അത് ദൈവികമാണ്. നീ ഒരിക്കലും അതിൻ്റെ പിന്നാലെ പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത് നടക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അടുത്തത്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുടെ ഉദ്ദേശം എന്താണ്? ദൈവം അങ്ങനെ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാനായി വരുന്ന സ്വപ്നങ്ങൾ. അപ്പം ഇത് ശരിക്കും നമ്മളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കണം. ദൈവത്തിങ്കലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതുമായത്. സത്യത്തിൽ ഒരു ദൈവപൈതൽ അവൻ്റെ ആത്മീക ജീവിതത്തിൽ വളരെ വിവേചനത്തോടു കൂടി പെരുമാറണം. അതായത് കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങൾ, കേൾക്കുന്ന ദൂതുകൾ, കാണുന്ന സ്വപ്നങ്ങളും അരുളപ്പാടുകളും നമ്മളോട് പറയുമ്പോൾ വളരെ വിവേചനത്തോടെ അത് ദൈവികമാണോ എന്ന് മനസ്സിലാക്കണം. ദൈവികമാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നതും ആത്മീയതയിൽ നമ്മളെ ഗൗരവമുള്ളതാക്കി തീർക്കുന്നതും പ്രാർത്ഥനയിൽ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ആത്മാവിൻ്റെ സാന്നിധ്യവും ആത്മാവിൻ്റെ സന്തോഷവും നടത്തിപ്പും ഒരു സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഒരു ഇടപെടലിൽ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞാൽ അത് ദൈവികമാണ്. അല്ലാത്തതൊന്നും ദൈവികമല്ല. അഥവാ അത് സംഭവിച്ചാലും അത് ദൈവികമല്ല. അങ്ങനെയൊക്കെ അപ്പോൾ ലോകമനുഷ്യനും അത് കാണും. വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് പറയാം, സ്വപ്നങ്ങൾ ദൈവമക്കൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും
അല്ലാത്തവർ പോലും കാണാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ആ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും പൈശാചിക ശക്തികൾക്ക്, ദുരാത്മാക്കൾക്ക് ഒരു വ്യക്തിയുടെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. പൈശാചികമായ സ്വപ്നങ്ങൾ കാണിക്കാനായിട്ട് പറ്റും എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അധികം മനസ്സിലാക്കിയ ഒരു സംഭവം നിങ്ങളോട് ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവമാണ്. ഈ അനുഭവം വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചനയിലും പ്രാർത്ഥനയിലും ഒക്കെയാണ്. അപ്പം ഈ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് പറ്റും. ഈ സംഭവം നടക്കുന്നത് 2011 2011 ഞാൻ ഒറീസയിൽ AG മിഷൻ സ്കൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാസ്റ്ററോടൊപ്പം അവിടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സഹായിച്ച് ഒരു മിഷനറിയായും ഒരു സ്കൂളിൽ CBSE സ്കൂളിൽ അധ്യാപകനായും ഞാൻ ആയിരിക്കുന്ന ആ സമയം, അന്ന് എൻ്റെ ഒരു പഴയ കൂട്ടുകാരി എന്നോടൊപ്പം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ച ഒരു കൂട്ടുകാരി ഒരു സന്ദർഭത്തിൽ എന്നെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. എനിക്ക് ആ സമയങ്ങളിൽ എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്നും വലിയ കോണ്ടാക്റ്റുകളില്ലായിരുന്നു. കോണ്ടാക്റ്റുകളില്ലാത്തതിൻ്റെ കാരണം എൻ്റെ കോളേജിലെ പഠനം കഴിഞ്ഞിട്ട് ഞാൻ 4 വർഷം എൻ്റെ സെമിനാരി പഠനത്തിനായി മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിക്കാനായി പോയി. അവിടെ മൊബൈൽ ഫോൺ അനുവദിക്കത്തില്ലായിരുന്നത് കൊണ്ട് ഈ 4 വർഷം കൊണ്ട് എൻ്റെ ഒട്ടുമിക്ക പഴയ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിച്ചു. വളരെ കുറച്ച് പേരുമായിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിരന്തരമായി വലിയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ ഒരു സെമിനാരി ജീവിതത്തിലേക്ക് പോയതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയി. അപ്പം ഇതെല്ലാം കഴിഞ്ഞ്, സെമിനാരി പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒറീസയിലായിരിക്കുന്ന സമയത്ത് ഒരു സന്ധ്യാസമയത്ത് എൻ്റെ ഈ കൂട്ടുകാരിയുമായി സംസാരിക്കാനായിട്ട് ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി. അപ്പം അവൾ ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒരാളല്ല, ഒരു ഇതര മത വിശ്വാസിയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മീയമായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള കാരണം, ഞാൻ ഈ ഡിഗ്രി പഠന കാലഘട്ടങ്ങളിൽ ICPFൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്നൊരാളായതുകൊണ്ട് ഇങ്ങനെ ഈ പ്രാർത്ഥനയും ആത്മീയവുമായിട്ടൊക്കെ പോകുന്ന ഒരാളായെന്നുള്ളതിൻ്റെ പരിചയത്തിൽ അവളുടെ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു. പ്രശ്നങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. പ്രശ്നങ്ങൾ അവൾക്ക് ആരോഗ്യ സംബന്ധമായി വിട്ടുമാറാത്ത അസുഖങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനെ ശരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതൊരു പൈശാചിക ബാധയാണെന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അതായത് വേദപുസ്തകം പഠിക്കുന്ന, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇതൊരു പൈശാചിക ബാധയാണ്. അതുകൊണ്ട് തന്നെ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം പ്രാർത്ഥിച്ച് അവളുടെ ഒരു താൽക്കാലികമായ ഒരു വിടുതൽ മാത്രം അവൾക്ക് കൊടുത്തതുകൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അവൾക്ക് യഥാർത്ഥമായ ഒരു വിടുതൽ അവളുടെ ഈ പ്രശ്നത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ അവൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിങ്കിലേക്ക് വരണം. അതായത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഇവൾ ഒരു ദൈവപൈതലായി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇവളായാൽ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് അവൾക്ക് സംരക്ഷണവും അതേ പ്രൊട്ടക്ഷനും നൽകും. അതായത് എങ്കിൽ മാത്രമേ ഈ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് സ്ഥിരമായൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ കേവലം അവളുടെ വിഷയം മാത്രം പറഞ്ഞാൽ പോരയില്ല. ഞാൻ അങ്ങനെ കുറച്ചധികം സമയങ്ങളെടുത്ത് അവളോട് യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവകൃപയാൽ പ്രിയരെ, ആ രാത്രിയിൽ അവൾ രക്ഷിക്കപ്പെട്ടു. അവൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഞാനന്ന് രാത്രിയിൽ അവൾക്ക് വേണ്ടി ഫോണിലൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വളരെ സുഖമായി കിടന്നുറങ്ങി, എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കര മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെയോ ഭാരം ഇറങ്ങിപ്പോയി, ആ നിരാശകളെല്ലാം പോയി. കാരണം ആ ഒരു രക്ഷയുടെ സന്തോഷം അവളുടെ ഉള്ളിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് അതിലും സന്തോഷമായി. ഞാൻ ചോദിച്ചത്, നിനക്ക് ബൈബിളുണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ബൈബിളില്ല. ഞാനപ്പോൾ ഒരു ബൈബിൾ അയച്ചു കൊടുക്കാനുള്ള അഡ്രസ്സെല്ലാം മേടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇങ്ങനെ നീ പ്രാർത്ഥിക്കണം, നീ ദൈവസന്നിധിയിൽ ഇരിക്കണം, ഈ പഴയ കാര്യങ്ങളൊക്കെ നീ വിട്ട് കളയണം, ഈ പഴയതിലേക്കൊന്നും പോകല്ല, അങ്ങനെ കൊടുക്കാനുള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്തു. അവൾ സന്തോഷത്തോടെ അതെല്ലാം സ്വീകരിച്ചു. ഇനിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത ദിവസങ്ങൾ തുടങ്ങി അവൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അതായത് ഏറ്റവും വലിയ പ്രശ്നം, അവൾക്ക് രാത്രിയിൽ ഒരല്പം പോലും ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു ദിവസമല്ല, 2, 3, 4 ദിവസങ്ങൾ തുടർച്ചയായി ഈ സംഭവം നടന്നു. അപ്പം ഞാനപ്പം പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഇത് പൈശാചിക ശക്തികളാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ സ്വപ്നത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ സ്വപ്നത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് പോകുമ്പോൾ 4 ഘട്ടങ്ങളിലൂടെയാണ്
ഒരു മനുഷ്യൻ്റെ ഉറക്കം കടന്നു പോകുന്നതെന്നാണ് ശാസ്ത്രീയമായി പറയുന്നത്. 90 മിനിറ്റുള്ള 4 ഘട്ടങ്ങൾ, N1, N2, N3, റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്ന് പറയുന്ന REM എന്ന് പറയുന്ന 4ാമത്തെ സ്റ്റേജ്. അപ്പം ഈ N1, N2, N3 ഈ 3 സ്റ്റേജുകൾ കഴിഞ്ഞ് റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്ന് പറയുന്ന REM എന്ന് പറയുന്ന 4th സ്റ്റേജ്. ഈ 4th സ്റ്റേജിലാണ് ശാസ്ത്രീയമായി ഉള്ള പഠനമനുസരിച്ച് ഏറ്റവും അധികം ആളുകൾ സ്വപ്നം കാണുന്നത്. പക്ഷെ അന്നേരം ആ സ്വപ്നം കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ ബ്രെയിനിൻ്റെ ലോജിക്ക് വർക്കിംഗ് അല്ല. അതുകൊണ്ടാണ് ഈ പല സ്വപ്നങ്ങളും പൊട്ടത്തരമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പം സത്യത്തിൽ ആ ഒരു സ്റ്റേജിലാണ് സ്വപ്നം കാണുന്നത്, അതായത് ഈ 4th സ്റ്റേജിൽ. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവൾ ആ 4th സ്റ്റേജിലും അല്ല. ഇവൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. കണ്ണടയ്ക്കുമ്പോൾ ദുഷ്ടസ്വപ്നങ്ങൾ, അവിടെ മരണം, രക്തത്തിൻ്റെ മണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ സോഷ്യൽ മീഡിയയിൽ സെൻസിറ്റീവ് വേർഡ്സ് ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ഒരു ദിവസമോ 2 ദിവസമോ അല്ല, കുറച്ചധികം ദിവസങ്ങൾ ഇവൾക്ക് ഇതേ അനുഭവം ഉണ്ടായി. അപ്പോൾ ആ സമയത്തെല്ലാം യേശുവിലൂടെയുള്ള രക്ഷയിൽ നീ ഉറച്ചു നിൽക്കണമെന്നും പിശാച് നിന്നെ സ്വപ്നങ്ങളിലൂടെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി അവൾ എനിക്കിനി ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, നീ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വിടുതലുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളതുകൂടെ പോയി എന്ന് പറഞ്ഞ് പൈശാചികമായ ആക്രമണങ്ങളുടെ മുമ്പിൽ, ഭീകരമായ സ്വപ്നങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിക്കാതെയായി. പിന്നീട് ഞാൻ വിളിച്ചു, എടുക്കാതെയായി. പിന്നെ എടുത്തിട്ട് പറഞ്ഞ് എനിക്കിനി ഇതിൽ താല്പര്യമില്ല, എനിക്ക് വേണ്ട. അന്നേരം എനിക്കൊരാശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാം, ആ ഒരു ദൈവകൃപ അനുഭവിപ്പാൻ തക്കവണ്ണം അവൾക്ക് കഴിയാതെ പോയി. പിന്നീട് സംഭവിച്ചത്, കഴിഞ്ഞ ഇടയിൽ അവളുടെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ കുറച്ചധികം പ്രശ്നങ്ങൾ, തകർന്ന് തരിപ്പണമായിപ്പോയി. അപ്പം ശരിക്കും ആ ഒരു വ്യക്തി പൈശാചിക അടിമത്തത്തിൽ കടന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും എല്ലാം സ്വാധീനിക്കാൻ പിശാചിന് നിഷ്പ്രയാസം കഴിയും. പ്രത്യേകിച്ച് രക്ഷയുടെ സന്തോഷത്തിലേക്ക് വരാനായിട്ട് ശ്രമിച്ചപ്പോൾ, നിത്യതയിലേക്ക് ആ വ്യക്തി വരാനായിട്ട് പോയപ്പോൾ, തൻ്റെ പൂണിയിൽ നിന്ന് ആ വ്യക്തി രക്ഷപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയ സാത്താന്യ ആത്മാക്കൾ കഠിനമായ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും, സ്വപ്നങ്ങളിലൂടെ പിശാചിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ്. കർത്താവ് നമ്മളോട് സ്വപ്നങ്ങളിലൂടെ ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പിശാചിനും സ്വപ്നങ്ങളിലൂടെ ഇടപെടാനായിട്ട് കഴിയും. അടുത്ത ചോദ്യം, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ഒരു ദൈവപൈതലിൻ്റെ ചിന്താമണ്ഡലത്തെ, സ്വപ്നത്തെ നിയന്ത്രിക്കുവാൻ പിശാചിന് കഴിയുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉള്ള ഒരു ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ സ്വപ്നത്തിലൂടെ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ള ഒരു തെളിവും വേദപുസ്തകത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. അത് കാണാത്തത് കൊണ്ട് തന്നെ അത് പറ്റും എന്ന് തറപ്പിച്ചോട്ട് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷെ പലരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ചിലർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ പോലും ലൈംഗികമായ സ്വപ്നങ്ങൾ സ്ഥിരമായി കണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പലരും അത് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ട്. അവരെ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവരായിട്ടും അവരുടെ പിശാച് തന്നെ തരുന്ന സ്വപ്നങ്ങളാണോ, അതോ അവരുടെ ഉള്ളിൽ യഥാർത്ഥമായ പാപത്തിൽ നിന്നുള്ള ഒരു വിടുതലും ദൈവകൃപയുടെ പൂർണ്ണമായ ഒരു അനുഭവങ്ങളും അവർ അനുഭവിക്കാത്ത വ്യക്തികൾ ആയതുകൊണ്ട് പാപത്തിൻ്റെ ശക്തിയാൽ വരുന്ന ചിന്തകളാണോ, മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകളാണോ സ്വപ്നങ്ങളായി കാണുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയില്ല. പക്ഷേ ഞാനൊരു വ്യത്യാസം നിങ്ങളുടെ മുമ്പിൽ പറയാം. ദൈവം തരുന്ന സ്വപ്നങ്ങളും ദൈവികമല്ലാത്ത സ്വപ്നങ്ങളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? ഞാൻ അതിന് കുറുക്കുവഴികളൊന്നുമില്ല, കുറച്ച് അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, ദൈവം തരുന്ന സ്വപ്നങ്ങൾ പ്രാർത്ഥനയിലേക്ക് നമ്മളെ കൊണ്ടുവരും. 2, ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്.
ഞാൻ ദൈവത്തിന് എൻ്റെ വ്യക്തിപരമായ ചില വിഷയങ്ങളിൽ ശുശ്രൂഷകളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും അധികം ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണേ, എന്നോട് സ്വപ്നത്തിലൂടെ ഒന്ന് അരുളപ്പാട് അറിയിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ സാധാരണ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊന്ന് കണ്ണടച്ച് ജസ്റ്റ് പ്രാർത്ഥിക്കും. കുറേ സമയങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കണ്ണടച്ച് ഒരു ചെറുമയക്കത്തിലേക്ക് പോകുമ്പോൾ ദൈവം സ്വപ്നങ്ങളിലൂടെയോ ദർശനങ്ങളിലൂടെയോ എന്നോട് സംസാരിക്കാറുണ്ട്. അതെന്നെ അറിയാവുന്ന പല പ്രിയപ്പെട്ടവർക്ക് അറിയാം. കൃപയാൽ ഞാൻ ഈ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ അങ്ങനെ കാണുന്നുണ്ട്. അതിൽ ഞാൻ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശാസ്ത്രീയമായ ഒരു സ്വപ്നമെന്ന് പറയുന്നത് ഈ 4th സ്റ്റേജിലാണ്. അതായത് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന N1, N2, N3. ഈ N3 എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പാണ്. ഈ ഡീപ്പ് സ്ലീപ്പിൽ അവർ പറയുന്നത്, ശാസ്ത്രീയമായി പറയുന്നത്, നമ്മുടെ പൾസ് റേറ്റുകളെല്ലാം താഴും, നമ്മുടെ ശരീരം തണുക്കും, തീരെ ചലനമില്ലാതെയാകും. അങ്ങനെയാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നത്. N3. ഈ ഉറക്കത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഭാഗം ഡീപ്പ് സ്ലീപ്പാണ്, N3. ഈ N3യിലേക്ക് പോകുമ്പോൾ സ്വപ്നങ്ങൾ കുറവാണെന്നാണ് ശാസ്ത്രീയമായി സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ വേദപുസ്തകം പറയുന്നത് എന്താ? ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ ദൈവം സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നുവെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഈ ലോകത്തിൻ്റെ പഠനവും ദൈവവചനത്തിൻ്റെ അകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത്, സ്വപ്നങ്ങൾക്കൊന്നും പ്രവചന സ്വഭാവമില്ലെന്നും, അഥവാ സ്വപ്നങ്ങൾ കാണുന്നത് പിന്നെ സംഭവിച്ചാൽ ഇത് തികച്ചും ആകസ്മികവുമാണെന്നാണ് ഇതിനെക്കുറിച്ചുള്ള പഠനം നടത്തുന്ന വിദഗ്ധർ പറയുന്നത്. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇത് ആകസ്മികമല്ല, ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരു യഥാർത്ഥ ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ. അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷനറി യാത്രകളൊക്കെ നമ്മൾ നോക്കിയാൽ ദർശനങ്ങളിലൂടെയും ദൈവിക അരുളപ്പാടുകളിലൂടെയും തൻ്റെ ആ ഒരു ആത്മീക ജീവിതം സമൃദ്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇനിയും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിഞ്ഞത്? എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് ദൈവിക സ്വപ്നമാണോ അല്ലാത്ത സ്വപ്നമാണോ എന്ന് മനസ്സിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതൊരു പക്ഷേ എൻ്റെ പരിചയത്തിൽ ദൈവം എനിക്ക് കാലങ്ങളായി വെളിപ്പെടുത്തി തന്ന അനുഭവത്തിൽ ദൈവം തരുന്ന സ്വപ്നങ്ങളാണെങ്കിൽ വ്യക്തമായി എനിക്കത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് നേടിയെടുത്തത്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന എൻ്റെ 2nd ഇയറിൽ ഒരു സംഭവം ഉണ്ടായി. പുലർച്ചെ 3 മണിക്ക് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, എൻ്റെ പപ്പ, മമ്മി, വീട്ടിലുള്ളവർ എല്ലാം ഒരു വണ്ടിയുടെ അടിയിൽ കിടക്കുകയാണ്. വണ്ടി അവരുടെ മുകളിൽ കിടക്കുകയാണ്. ഞാൻ ഇവരെ വണ്ടിയുടെ അടിയിൽ നിന്ന് രക്ഷിക്കാൻ നോക്കുന്നു. ഇവർക്കൊന്നും പറ്റിയിട്ടില്ല. വണ്ടി മറിഞ്ഞ് വണ്ടിയുടെ കീഴിൽ ഇവർ കിടക്കുന്നു. പെട്ടെന്ന് ഞാൻ ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റപ്പോൾ ലിറ്ററലി നമ്മൾ കണ്ണിൽ കണ്ട കാഴ്ച. അപ്പം ഒന്നാമത്തേത്, ദൈവം തരുന്ന സ്വപ്നങ്ങൾ വെറും ഓർമ്മ മാത്രമാകില്ല, ശരിക്കും അതൊരു സംഭവം പോലെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കും. 2, ദൈവാത്മാവ് നമ്മളെ പ്രാർത്ഥനയിലേക്ക് ഗൈഡ് ചെയ്യും. അതായത് നമുക്കൊരു വലിയ ദൈവസാന്നിധ്യം, ആത്മഭാരം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാം ആ സ്വപ്നങ്ങൾക്ക് ശേഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവം നമ്മൾക്ക് വാണിംഗ് തരികയാണ്, ദൈവം നമ്മളെ അലേർട്ടാക്കുകയാണ് എന്നുള്ളത്. പ്രിയരെ, അങ്ങനെ ആ പുലർച്ചെ ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ്. എനിക്ക് ഭയങ്കര ഭയമായി. പിന്നീട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതായത് പ്രാർത്ഥിക്കാൻ ഭയങ്കര പ്രേരണ. എൻ്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ വിളിച്ചുണർത്തി, എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. സംഭവിച്ചെന്താണെന്ന് അറിയാമോ? 1-2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാരും മറ്റു ചിലരും കൂടി ചർച്ചിൽ ദൈവത്തെ ആരാധിക്കാൻ ഞായറാഴ്ച പോകുമ്പോൾ പോയിക്കൊണ്ടിരുന്ന ഓട്ടോയുടെ ഒരു വീല് ഊരിത്തെറിച്ചു പോയി. ഈ ഓട്ടോ ഇങ്ങനെ നിലത്തൂടെ ഒരു സൈഡിൽ വീലില്ലാതെ ഇങ്ങനെ നിരങ്ങി ഒരു സ്ഥലത്ത് നിന്നു. ഓട്ടോ 3 വീലേ പോയാൽ പോലും നേരെ പോകാത്ത സാധനമാണ് ഈ ഓട്ടോ. അപ്പോൾ ഒരു വീല് പോയാൽ എല്ലാവരും കൂടെ മറിഞ്ഞ് വലിയ അപകടം ഉണ്ടാകുമായിരുന്നു. പക്ഷേ കർത്താവ് അതിൽ നിന്ന് രക്ഷിച്ചു. ഈ സംഭവം നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ആ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ലിറ്ററലി, അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യം ദൈവം എൻ്റെ കൺമുമ്പിൽ കാണിച്ചു. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ദൈവം കാണിക്കുന്ന സ്വപ്നങ്ങളും അല്ലാത്തതുമായതിനെ നമ്മൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ സ്വപ്നങ്ങളിലൂടെ സ്വാധീനിക്കാനായിട്ട് പിശാചിന് പറ്റുമോ? പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത്
യഥാർത്ഥമായ ദൈവകൃപയിൽ ഒരു വ്യക്തി നിന്നാൽ അവൻ്റെ ചിന്താമണ്ഡലവും അവൻ്റെ ജീവിതവും ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് പിശാചിന് ആ വ്യക്തിയുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. എന്നാൽ ഈ ഭൂതാത്മാക്കൾ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂതങ്ങളുടെ സ്വഭാവവും വ്യക്തികളുടെ സ്വഭാവവും, ഭൂതങ്ങളുടെ ചിന്തയും വ്യക്തികളുടെ ചിന്തയും ഒരേ ചിന്തയായി മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ആ ചിന്തകൾ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ പാപത്തിൽ തുടർന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായും പിശാചിന് ആ വ്യക്തികളെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇല്ലേ, സാത്താൻ നിന്നിൽ കടന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചതുപോലെ, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് ചോദിച്ചതുപോലെ, ദൈവകൃപയിൽ വിശുദ്ധിയിലും വേർപാടിലും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നു പോകുന്ന വ്യക്തികൾക്ക് അവരുടെ സ്വപ്നത്തിൻ്റെ മണ്ഡലങ്ങളെ സ്വാധീനിക്കാൻ പിശാചിന് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അഥവാ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലൈംഗിക സ്വപ്നങ്ങൾ, ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ഒരാഴമായ വിശുദ്ധിയിലേക്കും സമർപ്പണത്തിലേക്കും പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും അവകാശങ്ങളോ അവസരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് നീക്കിക്കളയാനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗം ഇയ്യോബിൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഇതിനോടുകൂടെ പറഞ്ഞ് പോകാനായിട്ട് പറ്റില്ല. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ എലീഫസിൻ്റെ ചില വാക്കുകളാണ്. എലീഫസ് പറയുന്നത്, ഗാഢനിദ്രയിൽ കട്ടിലിലായിരുന്നപ്പോൾ ഒരാത്മാവ് എൻ്റെ മുഖത്തിന് നേരെ വന്നു, ഭയം എന്നെ പിടിച്ചു, അസ്ഥികൾ വിറച്ചുപോയി, രോമഹർഷം എനിക്കുണ്ടായി, രൂപം ഞാൻ കണ്ടില്ല, ഒരു ശബ്ദം മാത്രം ഞാൻ കേട്ടു, മർത്യൻ ദൈവത്തിൽ നീതിമാനാകുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ. അപ്പം ഈ ഒരു പാസേജ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം നിങ്ങളൊന്ന് വായിച്ച് അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ശരിക്കും ഇത് ദൈവികമായ സ്വപ്നമാണോ പൈശാചികമായ സ്വപ്നമാണോ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം വേദപണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ ഇത് ദൈവികമായൊരു അനുഭവമല്ല. ഈ ഒരു സ്പിരിച്വൽ എൻകൗണ്ടർ, ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും ദൈവികമല്ല. അവർ അതിനെ ദൈവികമല്ല എന്ന് പറയാനായിട്ടുള്ള കാരണം വല്ലാത്തൊരു ഭീതിയും ഭയവും തനിക്കുണ്ടായി. 2, താൻ ആ സംഭവം ഇയ്യോബിനെ കുറ്റപ്പെടുത്താനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇയ്യോബ് പാപിയാണെന്നും ഇയ്യോബിൻ്റെ പാപം കൊണ്ടാണ് ഇയ്യോബിന് ഈ കുഴപ്പങ്ങളെല്ലാം വന്നതെന്നും തെളിയിക്കാനായിട്ടൊരു സംഭവമായി ഇതിനെ ഈ എലീഫസ് ഉപയോഗിച്ചതുകൊണ്ട് ഈ ഒരു സംഭവം ഒരിക്കലും ദൈവികമല്ല, ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല എന്നുള്ളത് ഒരുപാട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൂടാതെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ യഹോവയാം ദൈവം ഈ എലീഫസിനെ ശാസിക്കുന്നുണ്ട്. എൻ്റെ ദാസനായ ഇയ്യോബിനെക്കുറിച്ച് അവൻ വിഹിതമായത് സംസാരിച്ചിട്ടില്ല. അപ്പം ഈ സംസാരിച്ചത് വിഹിതമല്ല, അല്ലെങ്കിൽ സംസാരിച്ചത് ദൈവികമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെടുന്നത്. ഞാനതിൻ്റെ 2 വശങ്ങളിലേക്കും പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനാണ് ഞാനത് വന്നത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഒരു പ്രതിമ, ഒരു ഒരു രൂപം, ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എനിക്ക് ആ സമയത്ത് ഭയമുണ്ടായി, ഭീതിയുണ്ടായി, കേട്ട ശബ്ദം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു മെസ്സേജിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ആദ്യം പറഞ്ഞ ഭാഗം ഒന്ന് ഓർക്കുക. സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ സ്വപ്നത്തിലൂടെ ആരെങ്കിലും പറഞ്ഞത് സംഭവിക്കുന്നു എന്നുള്ളതല്ല വിഷയം. സംഭവിച്ചിട്ട് നിന്റെ ദൈവമായ യഹോവയെങ്കിൽ നിന്ന് അന്യദേവന്മാരിലേക്ക് നിന്നെ മാറ്റാൻ ശ്രമിച്ചാൽ അത് ദൈവികമല്ല. അതാണ് സംഭവിക്കുന്നു എന്നുള്ളതല്ല, നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളും ദൈവിക ദർശനങ്ങളും ദൈവനാമ മഹത്വത്തിനായി അത് തീരുന്നുണ്ടെങ്കിൽ, ദൈവനാമ മഹത്വത്തിനും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കും കാരണമായി അത് തീരുന്നുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് അത് കാരണമായി തീരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് അത് കാരണമായി തീരുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അങ്ങ് ശാസിച്ചേക്കുക. ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിരാശയ, ഭയങ്കര അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷെ ദൈവികമായ സ്വപ്നങ്ങളും ദർശനങ്ങളും എപ്പോഴും നമുക്ക് ആത്മഭാരം കൊണ്ടുവരികയും
ഗൗരവമുള്ള പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും, ദൈവിക വിശുദ്ധിയിലേക്ക് കൊണ്ടുവരും, ദൈവത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും. ദൈവം ആ കാണിച്ച കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കുകയും ദൈവനാമം മഹിമപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാനതുകൊണ്ട് ഈ ദൈവം തരുന്ന സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും വിവേചിക്കുകയും പ്രാർത്ഥിക്കുകയും ഏതാത്മാക്കളെയും ശോധന കഴിക്കണമെന്നും പരിശോധിക്കണമെന്നുള്ളതാണല്ലോ. ഞങ്ങളുടെ ഇവിടെ തന്നെ സൺഡേ സ്കൂളിലൊരു സൺഡേ സ്കൂളടക്കം കുഞ്ഞുങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നൊരു 10-25 കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം ദൈവഭയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ പറയും, കുറച്ച് കഴിയുമ്പോൾ അത് സംഭവിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്ക് പോലും ഭയങ്കര ഭയമാണ്. അപ്പം ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ മഹത്വം എല്ലാ മേഖലകളിലും വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരട്ടെ. ഈ ഒരു സന്ദേശം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അടുത്തത്, നമുക്കൊരു സ്വപ്നം ദൈവം നമ്മളെ കാണിച്ചാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കണ്ടിട്ട് കണ്ണ് തിരുമ്മി എഴുന്നേറ്റിരിക്കുകയല്ല. വേദപുസ്തകത്തിലെ ദൈവഭക്തന്മാർ ദൈവം അവരോട് കാണിച്ച ആ ഒരു സ്വപ്നം, ദർശനങ്ങൾ, അതിൻ്റെ പിന്നിൽ അവർക്കുണ്ടായിരുന്ന ഒരു ഉത്തരവാദിത്വം. ഞാൻ പറയാനായിട്ട് വിട്ടുപോയ ഒരു കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഈ എലീഫസ് കണ്ട അതിൻ്റെ അകത്ത് ഒരു ആത്മാവ് എൻ്റെ നേരെ വന്നു, പ്രതിമ എൻ്റെ നേരെ നിന്നെന്നാണ്. ആരാണെന്ന് പറയുന്നില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ശ്രദ്ധിക്കണം, ഒരു ക്ലാരിറ്റി ഇല്ല. പക്ഷെ വേദപുസ്തകത്തിൽ ദൈവിക ഇടപെടൽ, ഈ യാക്കോബിനോടൊക്കെ ഈ സ്വപ്നത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അപ്പം ദൈവമാണ് പറഞ്ഞത്, ക്ലിയർ ആയിരുന്നു. ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയുള്ളതായിരിക്കും, അവ്യക്തമല്ല. ചിലത് കണ്ടിട്ട് നമ്മളങ്ങ് മറന്നുപോകും, ഇല്ലേ? പക്ഷെ ദൈവം കാണിക്കുന്ന കാര്യങ്ങൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമാണ്, അത് ദൈവിക വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്, കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.